ഹായ് ഡിയർ ഫ്രണ്ട്സ്, പേരൻസ്, സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്റ്റെന്നി ജെയിംസ്, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ബയോളജി ഫാക്കൽറ്റിയാണ്. അതിനേക്കാൾ ഉപരി ഞാൻ എന്നറിയപ്പെടുന്നത് ബ്രില്യൻറ്റിൽ പഠിച്ചിറങ്ങിയ വളരെ മിടുക്കനായ ആഷിഖ് സ്റ്റെന്നിയുടെ ഫാദർ എന്നുള്ള നിലയിലാണ്. എനിക്കിപ്പോൾ അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടവും. കാരണം എനിക്ക് വളരെ ഉറപ്പാണ് ആഷിഖ് സ്റ്റെന്നി റൈറ്റ് വേയിൽ ഓപ്പർച്യൂണിറ്റീസുകൾ എൻജോയ് ചെയ്ത് നല്ല വിജയങ്ങൾ കൊയ്ത് നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആഷിഖ് സ്റ്റെന്നിയെ പറ്റി നിങ്ങൾക്കറിയാം. ഈ കഴിഞ്ഞ JEE മെയിൻ പരീക്ഷയിൽ 100% മാർക്കോടുകൂടി കേരള ഫസ്റ്റ് റാങ്ക് വരികയും കീമിന് സെക്കൻഡ് റാങ്കും JEE അഡ്വാൻസ്ഡിന് ഓൾ ഇന്ത്യ 195 റാങ്കും മേടിച്ച മിടുക്കനാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്നതല്ല, നമ്മളിങ്ങനെ നേടിയെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് വേയിൽ പോകുമ്പോൾ ഓരോ വിജയങ്ങൾ നമ്മളിലേക്ക് എത്തുക. അപ്പോൾ ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം ആഷിഖ് 6ാം ക്ലാസ് മുതൽ ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് പഠിച്ച് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ 11ലും 12ലും ബ്രില്യൻറ്റിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് പഠിച്ചതിൻ്റെ പരിണതഫലമാണ് നമുക്ക് നല്ല പെർഫോമൻസ് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബയോളജി ഫാക്കൽറ്റി ആണെങ്കിലും ഞാൻ ആഷിഖിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചു. മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം നല്ല ഫ്ലോ ആയിട്ട് അത് A to Z എങ്ങനെയാണോ എത്തേണ്ടത് അത് റൈറ്റ് വേയിൽ അവനിലേക്ക് എത്തുന്നത് ഞാൻ കണ്ടറിഞ്ഞൊരു വ്യക്തിയാണ്. അത് 100% പെർഫെക്ഷനോട് കൂടി ആഷിഖിലേക്ക് എത്തിയതുകൊണ്ടാണ് ബോർഡ് എക്സാമിനേഷനും പിന്നെ IIT എക്സാമിനേഷനും എല്ലാം നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം റൈറ്റ് വേയിൽ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരും. അപ്പോൾ ആഷിഖിന് റൈറ്റ് വേയിൽ ഇത് കിട്ടി, മാത്തമാറ്റിക്സ് കിട്ടി, ഫിസിക്സ് കിട്ടി, കെമിസ്ട്രി കിട്ടി. സോ ഹി എൻജോയ്ഡ് ഇറ്റ്, സോ ഹി ഫുൾഫിൽഡ് ഇറ്റ്. അപ്പോൾ ആഷിഖ് ഒരു ഉദാഹരണം മാത്രമാണ്. ആഷിഖ് പിന്നെ എത്രയോ മിടുക്കന്മാർ ഈ വർഷവും പുറകിലത്തെ വർഷങ്ങളിലെല്ലാം നല്ല പെർഫോമൻസ് നടത്തി എത്രയോ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെഡിക്കൽ കോളേജിലും എയിംസിലും IITകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു നല്ല വിജയം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. അവരിലേക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് തീരുമാനിക്കുന്ന മെയിൻ കാര്യം നമ്മൾ റൈറ്റ് വേയിലാണോ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് വേ. അപ്പോൾ റൈറ്റ് വേ നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ഒരുക്കി തരുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആഷിഖ് പഠിച്ചപ്പോൾ ആഷിഖിന് കിട്ടിയ ചില പ്ലസ് പോയിൻറ്റുകൾ അതവൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുക. ഞാനൊരു ബ്രില്യൻ്റ് ഫാക്കൽറ്റി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രില്യൻ്റ് എന്താണ് കൊടുക്കുക എന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ എന്താണ് പിള്ളേർ സ്വീകരിക്കുക, കുട്ടികൾ എന്താണ് സ്വീകരിക്കുക, അത് ഞാനിപ്പോഴാണ് അനുഭവിച്ചറിയുക. ബിക്കോസ് ഞാനിപ്പം ആഷിഖിൻ്റെ പേരൻ്റായിട്ട് നിൽക്കും. അപ്പോൾ എന്താണ് ആഷിഖ് ബ്രില്യൻ്റ് സ്വീകരിച്ചതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അതിശയമായി. ഞാൻ ഒരു പേരൻ്റായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ ആഷിഖ് ബ്രില്യൻ്റ് സ്വീകരിക്കാൻ സാധിച്ചു. അത് റൈറ്റ് വേയിൽ പോയപ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ അതിനെ ഒക്കെ ഹെൽപ്പ് ചെയ്ത ഒരു 2-3 പ്ലസ് പോയിൻറ്റുകൾ നിങ്ങളുടെ ഇവിടെ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചേരുമ്പോൾ ആഷിഖിന് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആ പ്രോഗ്രാംസുകൾ നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി അത് കഴിഞ്ഞ് മോഡൽ പരീക്ഷയൊക്കെ റൈറ്റ് വേയിൽ എഴുതി നമ്മളെങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മളെവിടെ നിൽക്കുന്നു അതൊക്കെ മനസ്സിലാക്കാനും കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്താനും നമുക്ക് സമയം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 2024-2026 എഡ്യൂക്കേഷൻ ഇയറിലേക്ക് നമ്മൾ പ്രവേശിച്ച് നമ്മൾ പ്ലസ് 1ലേക്ക് ചേർന്ന് കഴിയുമ്പം നമ്മളൊരു 2025 പകുതിയാകുമ്പോൾ തന്നെ ഇത് നമ്മുടെ ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റായി. പിന്നെ നമുക്കൊരു എത്രയോ മാസങ്ങൾ നമുക്ക് റിവിഷന് കിട്ടുവാണ്. നമ്മൾ ശരിക്കും പരീക്ഷയുടെ തലേദിവസം വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടതിൻ്റെ കാര്യമില്ല. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്ത് പരീക്ഷ എഴുതി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വരുത്തണം. അങ്ങനെ മോഡിഫൈ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള പ്രോപ്പർ ടൈം നമുക്ക് ഒരുക്കി തരുന്ന എക്സലൻറ്റ് പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസം പറയാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നതാണ് വി ആർ ഗെറ്റിംഗ് ഇനഫ് ടൈം ടു മോഡിഫൈ അവർ സെൽഫ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരുക്കവും എൻട്രൻസിൻ്റെ ഒരുക്കവും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിത് രണ്ടും വേണം. ബോർഡ് എക്സാമിനേഷൻ ആദ്യം വരിക, അത് കഴിഞ്ഞ് എൻട്രൻസ് വരും. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഒരു പക്ഷേ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഈ എയിംസിനും IITക്കും വേണ്ടി ഒരുങ്ങുന്ന പല കുട്ടികളും പറയുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്കൂളിൽ ബോർഡ് എക്സാമിനേഷൻ പഠിപ്പിക്കുന്ന ആംഗിൾ ഒന്ന്, എൻട്രൻസിന് ഒരുക്കം വേറൊന്ന്.
പക്ഷേ ഇൻ്റഗ്രേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് രണ്ടും ബേസിക്കലി ഒന്നാണ്. സെയിം സിലബസ്, പക്ഷേ 2 തരത്തിൽ അപ്രോച്ച് ചെയ്യണം. ആ 2 തരത്തിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അത് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ 2 ആംഗിളിൽ പരീക്ഷ എഴുതുവാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷ നമ്മൾ എഴുതുന്നു, അതിൻ്റെ ഒപ്പം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ബോർഡ് എക്സാമിനേഷന് ഫേസ് ചെയ്യേണ്ടത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂ ആസ് വെൽ ആസ് ബോർഡ് എക്സാമിനേഷൻ്റെ ഓഫ് വ്യൂ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റാണ്. നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വരികയില്ല, ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു കോമ്പറ്റേറ്റീവ് പിയർ ഗ്രൂപ്പിലേക്ക് എത്തുകയാണ്. കാരണം നമുക്കറിയാം ഇതൊരു കോമ്പറ്റീഷൻ്റെ കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ വളരെ ലോവർ ക്ലാസ് തൊട്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിൽ കാണുന്നു, അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും അതുകൊണ്ട് 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ മെഡിക്കലാണോ എൻജിനീയറിംഗ് ആണോ എന്നൊക്കെ തീരുമാനിച്ച് എയിംസിന് IITക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. ആ ഒരുക്കങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബെസ്റ്റ് സ്ഥാപനമായ ബ്രില്യൻറ്റിലേക്കൊരു വലിയ ഗ്രൂപ്പ് വരുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളറിയാതെ ക്യൂരിയസ് ആകുന്നു, നമ്മളറിയാതെ ഫ്യൂരിയസ് ആകുന്നു, നമ്മളറിയാതെ കോമ്പറ്റീറ്റീവ് ആകുന്നു, അറിയാതെ ത്രിൽഡ് ആകുന്നു. നമുക്കറിയാം നമ്മളൊരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടെ നല്ലപോലെ കളിക്കുമ്പോഴാണ് നമുക്ക് കളിക്കാൻ സാധിക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഡൗൺ ആണെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മളറിയാതെ കോമ്പറ്റീറ്റീവ് ആകും, നമ്മളറിയാതെ ടോപ്പിലേക്ക് വരും, നമുക്കറിയാതെ മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എല്ലാം കിട്ടും. സർവോപരി നമ്മൾ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് ചേരുമ്പോൾ ബ്രില്യൻ്റ് ആർജിച്ചെടുത്ത് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്, അനുഭവ പാഠങ്ങളുണ്ട്. അത് ആഷിഖിനെ പോലെ ഒരുപാട് ആൾക്കാർ പെർഫോം ചെയ്ത് അവർ തരുന്ന ചില റോൾ മോഡൽസ് അതെല്ലാം നമ്മളിലേക്ക് പടിപടിയായിട്ടെത്തും. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിലൂടെ, ഡയറക്ടേഴ്സിലൂടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാതെ ഇതെത്തിപ്പിടിക്കാനൊരു ആവേശം വരും. അതുകൊണ്ട് നമ്മൾ എന്തിനാ വൈകുന്നത്? ബ്രില്യൻ്റ് ഒരുക്കി തരുന്ന എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റി അത് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുക, പഠിച്ചു വളരാൻ, വളർന്ന് മിടുക്കരാകാൻ. അങ്ങനെ നമുക്ക് IITയിലേക്കോ എയിംസിലേക്കോ പോയി നല്ല മിടുക്കരായി നല്ല ഇന്ത്യക്കാരായിട്ട് ഇന്ത്യക്ക് നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മിടുമിടുക്കരാകാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ആഷിഖിനെ പോലെയോ അതുപോലെയുള്ള എല്ലാ മിടുക്കന്മാരെ പോലെയോ നല്ല റോൾ മോഡൽസായിട്ട് ഇനി വരുന്ന നിങ്ങളുടെ അനിയന്മാർക്ക് റോൾ മോഡൽസ് ആകുന്ന രീതിയിൽ സൂപ്പർ പെർഫോമൻസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. താങ്ക് യു, വെൽക്കം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.